മുണ്ടക്കയത്ത് ഏത് ജിമ്മിലാണ് ഞാൻ പോകുന്നതെന്ന് പലരും കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ട്. പുത്തൻ ചന്തയിലുള്ള ബുൾഫിറ്റിലാണ് ഞാൻ പോകുന്നത്. എൻ്റെ ട്രെയിനറുടെ പേര് ഷാരോൺ എന്നാണ്. 2 മാസം കൊണ്ട് അത്യാവശ്യം നല്ല ട്രെയിനിങ്ങും അതുപോലെ തന്നെ എനിക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജിമ്മൊക്കെ കഴിഞ്ഞ് രാവിലെ 11 മണിക്കാണ് ഞാൻ ഡ്യൂട്ടിക്ക് കയറുന്നത്. അങ്ങനെ അർമാണി ചെന്നപ്പോഴേക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും കടലയായിരുന്നു. അപ്പോൾ അത് രണ്ടും കഴിച്ചു. എൻ്റെ ഈ ചവ കണ്ടിട്ട് ക്യൂട്ട്നെസ് വാരി മെഴുകുവാന്ന് വിചാരിക്കരുതേ. 2 അണപ്പല്ലിലും പോട് വന്നിട്ട് വേദനയാണ്. അതും ഈ പൂരി ചവയ്ക്കണ ഇച്ചിരി മെനക്കേടുണ്ടല്ലോ. പിന്നെ ഞാൻ അർമാണി വന്നിട്ട് ഇപ്പോൾ 1 മാസമായി. എങ്കിൽ കൂടെ ഞാൻ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഇത്. പഴയ കുറേ സാധനങ്ങളുടെ ഒരു കളക്ഷൻ, അതുപോലെ തന്നെ കുറച്ച് നല്ല ബുക്സും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വന്നപ്പോഴാണ് നമുക്കിന്ന് 2-3 ഫോറിനേഴ്സ് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവരിന്ന് ചെക്കൗട്ട് ചെയ്ത് പോവാണ്. അപ്പോൾ പിന്നെ ഞാൻ അവരുടെ റിവ്യൂ ഒക്കെ പെട്ടെന്ന് കവർ ചെയ്തു. നമ്മുടെ സ്റ്റാഫ് ടിനേഷ് എന്ന് പറയുന്നൊരു ഒഡീഷ ബോയ് ഉണ്ട്. പുള്ളിക്കാരനാണ് ഹാൻഡിൽ ചെയ്തത് കേട്ടോ കസ്റ്റമേഴ്സിനെ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ GM വന്നു. അവർ റൈഡേഴ്സാണ്. അവരുടെ നാട്ടിൽ നിന്ന്, അതായത് ന്യൂസിലൻഡിൽ നിന്ന് ബൈക്കൊക്കെ ഇവിടെ അയച്ച് ഇവിടെ വന്നിട്ട് ബൈക്കിൽ കേരളം മൊത്തം ചുറ്റുമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഇത് ബാറും മറ്റേത് റെസ്റ്റോറൻറ്റുമാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് മണിമലയാറെന്നും ബാറിൻ്റെ പേര് പ്ലാന്റേഴ്സ് ക്ലബ് എന്നുമാണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള നമ്മുടെ ലോക്കൽ ബാറിൽ എപ്പോഴും തിരക്കായിരിക്കും, കസ്റ്റമേഴ്സ് ഒരുപാടുണ്ടാവും. എന്നാൽ ഈ എക്സിക്യൂട്ടീവ് ബാർ ഈവനിങ്ങിലാണ് നല്ല ആക്റ്റീവ് ആകുന്നത്. പകല് ഫുള്ള് കാലിയായിരിക്കും. റെസ്റ്റോറൻറ്റിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഈ ബാറിനകത്ത് വന്നിട്ടാണ് എൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ ഫുഡ് മെനു ആണ്. പെട്ടെന്ന് 1:30-2 മണിയൊക്കെ ആയി. അപ്പൊ ലഞ്ചിന് വന്നു. ഇന്ന് ബീറ്റ്റൂട്ട് തോരനും മോരും അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ മണിമലയാർ റെസ്റ്റോറൻറ്റ്. ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു പയ്യൻ. ഇവൻ മെയിനായിട്ട് ബാറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ടിനേഷ് എന്നാണ് പേര്, ഒടിയക്കാരനാണ്. അതുപോലെ തന്നെ ലക്ഷ്മി ചേച്ചിയും പിന്നെ വേറൊരു ചേച്ചിയുണ്ട്, നീതു ചേച്ചി. ചേച്ചി ഇന്ന് ലീവാണ്. ഇവർ 3 പേരുമാണ് മെയിൻ പാർട്ടീസ്. പിന്നെ അഭിനവ് എന്ന് പറഞ്ഞ പയ്യനും ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ചില സമയത്ത് ഞാനും റെസ്റ്റോറൻറ്റ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം റെസ്റ്റോറൻ്റ് ആണ്. ബാംഗ്ലൂർ ഞാൻ റെസ്റ്റോറൻറ്റിൽ എക്സിക്യൂട്ടീവായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരിച്ചു വന്നപ്പോൾ പമ്പിനടുത്തുള്ള ഈ മീൻകടയിൽ നിന്നാണ് ഞാൻ മീൻ മേടിച്ചത്. ചേട്ടന്മാർ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ഞങ്ങളെപ്പോഴും സംസാരിക്കാറുണ്ട്. തിരിച്ചു വന്നപ്പോൾ ഒരാൾക്ക് എന്തോ പരാതി, വയറുവേദനയാണെന്ന് തോന്നുന്നു. വയറൊക്കെ വീർത്തിരിക്കുകയാണ്. വിരയുടെ മരുന്നൊക്കെ അമ്മ കൊടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. വന്നുടനെ നല്ല പനിയും ജലദോഷവും ഉണ്ടായിരുന്നു. ആവി പിടിച്ച് ഒരു സിട്രസിനും പാരസെറ്റാമോളും കഴിച്ച് കയറി കിടന്ന് ആ ഉറക്കം എണീറ്റത് പിറ്റേ ദിവസം രാവിലെ 8:30-ക്കാണ്. രാവിലെ പുറത്തോട്ടൊന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഞ്ഞ്. ക്രിസ്മസിന്റെ ആ മൂടൊക്കെ അങ്ങ് കയറി വരുവാണ്. ഡിസംബർ മാസം ആകുമ്പോൾ അന്തരീക്ഷത്തിനൊരു ഭംഗിയുണ്ടല്ലോ. ഇതാ നോക്കിയാൽ 10-36 ചെടി വെച്ച ഏരിയയാണ്. മിക്കിയുടെ കയ്യിലിരിപ്പുണ്ട് 5-6 ചെടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഒരാളെ രാവിലെ അമ്മ വെളിയിലിറക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു. കുട്ടൂരോട് കുറച്ചു നേരം കിന്നാരം ഒക്കെ പറഞ്ഞവിടെ ഇരുന്നു. നിങ്ങൾ എൻ്റെ വീട് കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വലിയ മെയിൻ്റനൻസ് ഒന്നും ഇതിനിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല. കാര്യം ഇന്നോ നാളെയോ നമ്മുടെ വീട്ടിലേക്ക് മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. വീട് പണിയോട്ട് തീർന്നതുമില്ല. രാവിലെ തന്നെ പല്ല് തേച്ച് വന്നപ്പോഴേ ആവി പിടിച്ചു. കാര്യം അതുപോലെ ജലദോഷം തലവേദനയായിരുന്നു. പിന്നെ നല്ലൊരു ചുക്ക് കാപ്പി അമ്മ കൊണ്ട് തന്നു കേട്ടോ. എന്നാലും ഞാൻ വെറുതെ ഇരുന്നില്ല. ഇത് കണ്ടോ, ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ മേക്കപ്പ് വീഡിയോ ചെയ്യാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇട്ടിരുന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന ലൈറ്റിന് എന്തോ ഒരു കംപ്ലൈൻറ്റ്. അതഴിച്ച് ഞാനത് റിപ്പയർ ചെയ്യായിരുന്നു. 2018 എൻ്റെ അച്ഛൻ പോയ പിന്നെ ഇവിടുത്തെ കറണ്ടിൻ്റെ പണിയും പ്ലംബിങ്ങിൻ്റെ പണിയും പിന്നെ ചെറിയ ചെറിയ തടിപ്പണിയും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഒരു പഴയ പട്ടിക്കൂട് ഇവിടെ ഉണ്ടായിരുന്നു. ഇവന്മാർ അതിനകത്തൊന്നും കയറത്തില്ല. അത് ഞാൻ വെട്ടിപ്പൊളിച്ച് പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഞാനും അമ്മയും കൂടെ പരിസരത്തുള്ള കാടും പള്ളയും എല്ലാം ഒന്ന് പറിച്ച് ക്ലീൻ ആക്കി. അപ്പോഴേക്കും ചെറിയ രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നു. വലിയ രീതിയിലില്ല, എന്നാലും ഞങ്ങൾ പണി അവസാനിപ്പിച്ച് കയറിയായിരുന്നു കേട്ടോ.